നമസ്കാരം. ലോകത്തെ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ അത് അഴിമതി എന്ന് തന്നെ പറയേണ്ടി വരും. നിരവധി രാജ്യങ്ങളിൽ ഭരണകർത്താക്കളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയൊക്കെ അഴിമതി കാരണം ആ രാജ്യങ്ങൾ പട്ടണ രാജ്യങ്ങൾ പോലുമായി മാറിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ് ഇത്തരത്തിലുള്ള അതിക്രൂരമായ സംഭവങ്ങൾ അരങ്ങേറാറുള്ളത്. പട്ടാള ഭരണത്തിലൂടെയും മറ്റും അധികാരം പിടിക്കുന്ന ഭരണാധികാരികൾ പലരും വിദേശ ബാങ്കുകളിലേക്ക് ആയിരക്കണക്കിന് കോടി രൂപ നിക്ഷേപിക്കുകയും പിന്നീട് ഒരു പട്ടാള അട്ടിമറിയോ മറ്റോ ഉണ്ടാകുമ്പോൾ വീണ്ടും ഇവരെല്ലാവരും മറ്റു രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെട്ടു പോയി സുഖമായി ജീവിക്കുകയും ചെയ്യുന്ന ഒരു രീതി പണ്ട് പലപ്പോഴും ഉഗാണ്ട പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുമുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത ഏറെ ആശ്വാസകരമായ ഒന്നാണ്. ലോകത്ത് തീരെ അഴിമതിയില്ലാത്ത, അതായത് അഴിമതി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ചില രാജ്യങ്ങളും ഉണ്ട്. ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ എന്ന ഒരു പ്രസ്ഥാനമാണ് ഇത് സംബന്ധിച്ച പഠനം നടത്തിയത്. ലോകത്ത് അഴിമതി ലെവലേശം പോലുമില്ലാത്ത ചില രാജ്യങ്ങളെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഡെൻമാർക്ക്, ഫിൻലൻഡ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളാണ് ഈ പട്ടികയിൽ ഒന്നാമതായി നിൽക്കുന്നത്. കാരണം ഈ മൂന്ന് രാജ്യങ്ങളിലും അഴിമതി ഒട്ടുമില്ല എന്നാണ് ഇപ്പോൾ ഈ ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് അഥവാ CPI-യുടെ സ്കോർ അനുസരിച്ചാണ് ഈ രാജ്യത്ത് അഴിമതി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നിശ്ചയിക്കുന്നത്. ഡെൻമാർക്കിന് 100-ൽ 88 പോയിൻ്റാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 2ാം സ്ഥാനത്തായിരുന്ന ഫിൻലൻഡിനും ഇക്കുറി 88 പോയിൻറ്റുകൾ തന്നെ ലഭിച്ചു. കഴിഞ്ഞ വർഷം 5ാം സ്ഥാനത്തായിരുന്ന സിംഗപ്പൂരിന് ഇത്തവണ 84 പോയിൻറ്റുകളാണ് ഉള്ളത്. ലോകബാങ്കിൻ്റെയും വേൾഡ് ഇക്കണോമിക് ഫോറത്തിൻ്റെയും ഒക്കെ സഹായത്തോടു കൂടിയാണ്, അതല്ലെങ്കിൽ അവരുടെ ഡാറ്റ കൂടി ഉപയോഗിച്ചാണ് ഈ ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇത്തരത്തിലുള്ള ഒരു പഠനം നടത്തുന്നത്. അവസാനം ഇവ അവലോകനം ചെയ്യുന്നതിനും വിലയിരുത്തുന്നതിനുമൊക്കെയായി ലോകത്തെ ഏറ്റവും പ്രമുഖരായ സാമ്പത്തിക കാര്യ വിദഗ്ധരെയും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധരെയും എല്ലാം തന്നെ ഉൾപ്പെടുത്തുകയും അവരാണ് ഈ പട്ടികയിൽ നിന്ന് ലോകത്തെ അഴിമതി ഏറ്റവും കുറഞ്ഞതും കൂടിയതുമായ രാജ്യങ്ങളെയൊക്കെ തന്നെ തിരഞ്ഞെടുക്കുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് മറുപടി സുഡാനാണ്. സുഡാൻ്റെ സ്കോർ വെറും 4 മാത്രമാണ്. തൊട്ട് പിന്നാലെ സൊമാലിയയുമുണ്ട്. ഇതെല്ലാം ആഫ്രിക്കൻ രാജ്യങ്ങളാണ് എന്ന കാര്യം നമ്മൾ ഓർക്കുക. വെനിസ്വേലയ്ക്ക് 10 പോയിൻറ്റും സിറിയയ്ക്ക് 12 പോയിൻറ്റുമാണുള്ളത്. 2012 മുതലാണ് ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണൽ ഇത്തരത്തിലുള്ള ഒരു പഠനം ആരംഭിച്ചത്. എന്നാൽ അത് 2024 എത്തുമ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അഴിമതി ഒരു തീരാശാപം പോലെ അവരെ പിടികൂടിയിരിക്കുന്നു എന്നാണ്. ഇത് ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലും കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത എന്നാണ് ഈ പഠന റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായും ചോദിക്കേണ്ടുന്നൊരു ചോദ്യമുണ്ട്, ഇതിൽ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ് എന്നുള്ളത്. ഇന്ത്യയുടെ സ്ഥാനം 96ാമതാണ് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി നമ്മൾ മാറിയിട്ടുമൊക്കെ തന്നെ അഴിമതി പൂർണ്ണമായി തുടച്ചു നീക്കാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമായ ഒരു വസ്തുതയാണ്. എന്നാൽ അമേരിക്കയിലാകട്ടെ അഴിമതിക്ക് ഇപ്പോൾ വൻതോതിലുള്ള കുറവ് വന്നിട്ടുണ്ട് എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. കൂടാതെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഒട്ടുമിക്ക രാജ്യങ്ങളിലും അഴിമതിക്ക് ഇപ്പോൾ ഗണ്യമായ തോതിൽ കുറവുണ്ടായിട്ടുണ്ട്. ഇതിൽ വളരെ വിചിത്രമായൊരു കാര്യം, ഇപ്പോൾ പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന 2 രാജ്യങ്ങളായ റഷ്യയും യുക്രൈനിലും അഴിമതി പൊതുവെ കുറവാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇവർ കണ്ടെത്തിയിരിക്കുന്ന മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വൻതോതിലുള്ള അഴിമതി നടക്കുന്നു എന്നാണ്. കാരണം കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് വൻതോതിലാണ് പല സംഘടനകളും പ്രസ്ഥാനങ്ങളുമൊക്കെ ഫണ്ട് അനുവദിക്കുന്നത്. ഈ ഫണ്ടിൽ നിന്ന് വലിയ തോതിൽ അടിച്ചുമാറ്റൽ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഭാവിയെ സംബന്ധിച്ചിടത്തോളം പല രാജ്യങ്ങൾക്കും വലിയ ദുരന്തങ്ങളിലേക്ക് വഴിവെക്കാനാണ് സാധ്യത എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. ഫ്രാൻസ്, ജർമ്മനി, കാനഡ, സ്ലോവാക്യ തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ തന്നെ അഴിമതിക്ക് വലിയ തോതിലുള്ള കുറവ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അവിടുത്തെ ഭരണാധികാരികൾ ഇക്കാര്യത്തിൽ ഇപ്പോൾ കൂടുതൽ കർശന നിലപാട് സ്വീകരിച്ചതാവാം ഇതിനുള്ള കാരണം എന്നാണ് സർവേ റിപ്പോർട്ടിൽ പറയുന്നത്.